കൊന്നിച്ചോ മിനാസൻ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിൻ്റെ സീസൺ 3 എപ്പിസോഡ് 3 ആണ്. പിന്നൊരു കാര്യം ഗൈസ്, നമ്മുടെ കോമിക് എന്ന് പറയുന്ന വെബ്സൈറ്റ് അടിച്ചു പോയിട്ടുണ്ട്. അതിൽ നിന്നായിരുന്നു നമ്മുടെ ഹൈ ക്വാളിറ്റി മാംഗയും മാൻഹൂസ് ഒക്കെ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. സോ അതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും അത് മിസ് ചെയ്യില്ല. കാര്യം ഫുൾ കേട്ടാൽ മാത്രമേ നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള നമ്മൾ ഇനി അപ്കമിംഗ് ഉള്ള എല്ലാ വീഡിയോസിനെ പറ്റിയുള്ള അപ്ഡേറ്റ് കൂടിയാണിത്. സോ അതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ എല്ലാ ദിവസവും രാത്രി 9-9:30 നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ അത് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ആർത്തറും ടെസ്റ്റും കൂടെ നടക്കുവാണ്. ഈ സമയത്ത് ടെസ്റ്റ് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നീ ഒരു അഡ്വഞ്ചർ ആയിരുന്നപ്പോൾ ഇതെല്ലാം സംഭവിച്ചെന്ന്. ആ ടൈമിൽ ആർത്തർ പറയും ചെയ്യും. പക്ഷേ എനിക്കൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നത് ഡയറക്ടർ ഗുഡ്സ്കൈ നമ്മുടെ ഗ്രാംസുമായിട്ട് ഇത്ര നല്ല കണക്ഷൻ ഉണ്ടെന്നാണ്. വെറുതെ അല്ല പുള്ളിക്കാരിക്ക് എന്നെപ്പറ്റി ഇത്രയൊക്കെ അറിയാവുന്നത്. ആ സമയത്ത് ടെസ്റ്റ് പറയുന്നുണ്ട്, അതെ, ആ ഒരു ഒറ്റ റീസൺ കൊണ്ടാണ് ഞാൻ പുള്ളിക്കാരുടെ ഡിസിപ്ലിനായി മാറിയത്. അതായിരിക്കത്തില്ല, അത് നിൻ്റെ സ്കില്ല് കൊണ്ട് തന്നെയായിരിക്കും. ഈ സമയത്ത് ടെസ്റ്റ് നമ്മുടെ ആർത്തറിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ആർത്തർ ശരിക്കും മാറിപ്പോയല്ലേ, അവൻ്റെ നടത്തവും പെരുമാറ്റവും ആ ഫേസും എല്ലാം തന്നെ നന്നായിട്ട് മാറിപ്പോയി. പക്ഷേ ആ ജാസ്മിൻ ഓർക്കാൻ നിർത്താണ് എനിക്ക് ജലസി ആയിട്ടുള്ളത്. കാര്യം 2 വർഷമല്ലേ ഇവൻ്റെ കൂടെ നിന്നത്. ഈ സമയത്ത് ആർത്ത ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. അങ്ങനെയായിട്ട് അവരവരുടെ ഡോംസിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ആർത്ത പറയുന്നുണ്ട്, അയ്യോ ഞാനൊരു കാര്യം തരാൻ മറന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ കളക്ട് ചെയ്ത ആ ഒരു സംഭവമില്ലേ, എന്താ പറയുക, ആ ഒരു കോറ് അതെടുത്ത് അവൾക്ക് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അവൾ പറയും ചെയ്യും, ആർത്തർ ഇതെന്തിനാണ് എനിക്കിത് മേടിക്കാൻ പറ്റത്തില്ല, നീ എൻ്റെ കയ്യിലേക്ക് വെച്ച് ഇത് നിൻ്റെ ഗിഫ്റ്റായിട്ട് മാത്രം കൂട്ടിയാൽ മതി, ഒന്നുമില്ലെങ്കിൽ നീ ഒരു ഡ്യുവൽ എലമെൻറ്റ് മേജായിട്ട് മാറിയില്ലേ. ആ സമയത്ത് അവൾ പറയുന്നുണ്ട്, ആർത്തർ താങ്ക്സ്. എന്തായാലും നമുക്ക് രണ്ടുപേർക്കും നാളെ ഒരു വലിയ ദിവസം തന്നെയാണ്. അപ്പോൾ ഇന്ന് പോയി കിടന്നുറങ്ങാൻ നോക്ക്, നാളെ എന്തായാലും കാണുമെന്ന് പറഞ്ഞിട്ട് അവർ ടാറ്റയും കൊടുത്തിട്ട് അവിടുന്ന് പോകുവാണ്. ഈ സമയത്ത് തന്നെ അവൾ വളരെയധികം ഹാപ്പിയാണ്. കാര്യം ആർത്തർ അത്രയും പ്രഷ്യസ് ആയുള്ളൊരു സാധനമാണ് അവൾക്ക് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആർത്തർ തിരിച്ചെൻ്റെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്തവിടെ എജിയുടെ പൊതിച്ച് മൂടിക്കിടക്കരുത്. പെട്ടെന്ന് അവൻ പുറത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, വെൽക്കം ബാക്ക്. ഇത് കേട്ടപ്പോൾ ആർത്തറും ശരിക്കും ഞെട്ടിത്തെറിച്ചു. എന്നിട്ട് അവൻ പറയും ചെയ്യും, വാ വന്നിരിക്കും, എന്നിട്ട് എല്ലാം വ്യക്തമായിട്ട് തന്നെ പറ. ആ സമയത്ത് അവൻ പറയുന്നുണ്ട്, സത്യം പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നീ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നു. അത് മാത്രമല്ല ലൂണർ ഗോഡസ് നിൻ്റെ ഷോൾഡറിൽ കിടന്നുറങ്ങിയ ലൂണർ ഗോഡസാ, അതെന്ത് പണ്ടാരാണ് നിനക്കറിഞ്ഞൂടെ? സ്റ്റുഡൻറ് കൗൺസിലിൻ്റെ പ്രസിഡന്റിനെ ലൂണർ ഗോഡസ് എന്നാണ് വിളിക്കുന്നത്. അതെന്താണ്? എൻ്റെ പൊന്നുമണ്ട, നീ അവളെ കണ്ടില്ലേ? അവളുടെ ആ ഒരു ഭംഗി കണ്ടില്ലേ? ചന്ദ്രനെ പോലെയാണ്. അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ അവളെ തൊടാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ നീ തൊട്ട് നീ ആ ചന്ദ്രനെ തട്ടിയെടുത്തെന്ന് പറഞ്ഞെടുത്ത് പെട്ടെന്ന് ഒരു തലനെടുത്ത് അവൻ്റെ മോന്തക്കെട്ട് എറിയുന്നുണ്ട്. എന്നെ മാർക്കിടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് ആർത്തർ മാർക്കിടന്ന് ഉറങ്ങുവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ആർത്തറായിട്ട് അവൻ്റെ പുതിയ യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുവാണ്. ഈ സമയത്ത് എല്ലാവരും ആർത്തറിനെ തന്നെയാണ് തുറിച്ചു നോക്കുന്നത്. ആ സമയത്ത് ആർത്തർ പറയുന്നുണ്ട്, അവസാനം നമ്മളിവിടെ എത്തിയല്ലേ സിൽവി, ഒരു കാര്യം ചെയ്യാം, നമുക്ക് കയറി നോക്കാം, ഇവിടുത്തെ സ്ട്രോങ്ങസ്റ്റ് സ്റ്റുഡൻസ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ ഡോർ തുറക്കാണ്ടത് പെട്ടെന്നാണ് ഒരു സിംഹം അവൻ്റെ ഫ്രണ്ടിലേക്ക് ചാടി വീണത്. എന്നിട്ട് അത് ഗർജിക്കാൻ തുടങ്ങും. എന്നിട്ട് പുള്ളിക്കാരൻ ഭയങ്കര വലിയ കാലത്ത് നിൽപ്പുണ്ടെങ്കിലും നമ്മുടെ ആർത്തറിന് വലിയ കുഴപ്പമൊന്നുമില്ല. അടുത്ത സെക്കൻഡ് തന്നെ സിൽവി ചാടി ആ ഒരു ലൈൻ്റെ തലക്കെട്ട് ഉറങ്ങി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരുത്തൻ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, സോ ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ലല്ലേ? എൻ്റെ തൊലിക്കട്ടി നോക്കാനായിട്ടായിരുന്നു. അങ്ങനെയൊന്നുമല്ല, ഡയറക്ടർ ഗുഡ്സ്കൈ അല്ലേ നിന്നെ സെലക്ട് ചെയ്തത്. അതെന്തുകൊണ്ടാണെന്ന് അറിയാനായിട്ടായിരുന്നു. വല്ല മെറിറ്റ് കൊണ്ടാണോ അതോ ഇനി വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടാണോ എന്ന് അറിയാനായിട്ടായിരുന്നു. ആ സമയത്ത് ആർത്തർ ചോദിക്കൊണ്ട്, എക്സ്ക്യൂസ് മീ, ചുമ്മാ പറഞ്ഞത്. എൻ്റെ പേര് കായ് സ്ട്രറ്റ്ലസ്, ഞാനായിട്ട് 4th ഇയർ ആണ്. നിനക്ക് എന്നെ കായ് എന്ന് വിളിക്കാം. എന്തായാലും കണ്ടതിൽ സന്തോഷം. പിന്നെ അതാണ് എൻ്റെ ബോണെന്ന് പറയുന്നിടത്താണ് അവിടെ നമ്മുടെ സിൽവി ആ ഒരു സിംഹത്തിനെ താഴ്ത്തി പിടിച്ചിരിക്കുകയാണ്. ആ ടൈമിൽ കായ് പറയുന്നുണ്ട്, ഇതെന്ത് തരത്തിൽ ബീസാണ്? ഗ്രൗഡറിനെ താഴ്ത്തി ഇങ്ങനെ സബ്മസീവ് ആക്കി വെക്കുന്നുണ്ടെങ്കിൽ അതൊട്ടും നിസ്സാരക്കാരനല്ല. ആ സമയത്ത് തന്നെ വേറൊരുത്തി പറയുന്നുണ്ട്, സോ നമുക്ക് ഇത്തവണ വന്നിരിക്കുന്നത് ഒരു ഡെലിക്കേറ്റ് ആയുള്ള ബോയ് ആണല്ലോ, എന്താണ് ഇവിടെ റിയൽ ആയുള്ള മെൻ ഇന്ന് കിട്ടാറില്ല ഈ കമ്മിറ്റിയിലേക്ക്. ഈ സമയത്ത് ആർത്തർ ആലോചിക്കുന്നുണ്ട്, ദൈവമേ ഹെൽഗാർട്ടാണോ? അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ ഏജന്റ് ആ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അല്ലേ. ആ സമയത്ത് ആൾ ചോദിക്കുന്നുണ്ട്, ഹെൽഗാർട്ടോ? അതാരാണ്? എൻ്റെ പേര് ഡോറ ഡീറ, ഞാനൊരു ഫസ്റ്റ് ഇയർ തന്നെയാണ്. ചെറുതായിട്ട് എനിക്ക് ആള് മാറിപ്പോയതാ. എന്തായാലും എൻ്റെ പേര് ആർത്തർ എന്ന് പറഞ്ഞിട്ട് ആ കൈ കൊടുക്കാൻ പോകും. അപ്പോഴാട്ടെ അവളെ കൈ നോക്കി അവൾ അടിച്ചിട്ട് പറയും ചെയ്യും, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ആ സമയത്ത് കൈ പറയുന്നുണ്ട്, എന്തായാലും അകത്തേക്ക് വാ, നിന്നെ കാണാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഡയറക്ടർ നിന്നെ പറ്റി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. സോ എല്ലാവരും നല്ല ക്യൂരിയസ് ആണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡോറ ഇല്ല, അവളെ നമുക്ക് എന്തായാലും ഡോറ എന്ന് വിളിക്കാം. പുള്ളിക്കാരെ അവനെയും പിടിച്ചിട്ട് നേരെ അകത്തേക്ക് ഓടിയിട്ട് പറയുന്നുണ്ട്. സോ അവസാനത്തെ ആളും കൂടെ എത്തി കേട്ടോ. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട്, എനിക്കറിയാമായിരുന്നു, അതിൻ്റെ അത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ പ്രിൻസല്ല കർട്ടസ് ആയിരുന്നു. അവൻ പറയും ചെയ്യും, ആർത്തർ ഇത് നീ തന്നെയാണല്ലേ? കർട്ടസ്, ഞാൻ സർപ്രൈസ് അല്ല. അത് കൊള്ളാം, കായ് എൻ്റെ ഗ്രൗഡറിനെ കൊണ്ട് നിന്നെ പേടിപ്പിക്കാൻ വന്നിട്ട് അത് നടന്നത് കുറച്ച് ഓപ്പോസിറ്റ് ആണെന്ന് തോന്നുന്നു.
അങ്ങനെയൊന്നുമില്ല. സോ ഇത് നിന്റെ മോഡാണല്ലേ? അന്ന് പർച്ചേസ് ചെയ്താൽ അത് തന്നെ. എന്തായാലും നിന്നെ കണ്ടതിൽ സന്തോഷം, കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞ് അവർ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മുടെ ഡോറ പറയുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാവോ? എനിക്ക് മാത്രമല്ല അവൾക്കും അറിയാമെന്ന് പറയാനായിട്ട് നമ്മുടെ മറ്റവൾ, അതായത് നമ്മുടെ പ്രിൻസസ് കാത്തലിനും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, പ്രിൻസസ് കാത്തലിൻ കണ്ടതിൽ സന്തോഷം. ഈ സമയത്ത് തന്നെ നമ്മൾ വേറൊരുത്തൻ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ആർത്തർ നമ്മൾ കണ്ടിട്ട് കുറച്ചധികം നാളായില്ലേ? നിന്നെ എനിക്കറിയാവോ? നിനക്കെന്നെ ഓർമ്മയില്ലേ? ഞാൻ ഫെയറിത്ത്, നിനക്ക് ഓർമ്മയില്ലേ? അവൻ ഫേഫ അല്ല ഫെയറിത്ത്. ആർത്തർ, പിന്നൊരു കാര്യം, നമ്മൾ രണ്ടുപേരും ഫസ്റ്റ് ഇയേഴ്സ് ആണ്. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കിയാണ്, ഞാൻ നിന്നെക്കാളും മൂത്തതാണ്. അതുകൊണ്ട് റെസ്പെക്റ്റ് എനിക്ക് മര്യാദക്ക് തന്നണം. പിന്നെന്താ, ഉറപ്പായിട്ടും തന്നേക്കാം. പക്ഷെ അന്ന് നിന്നെ ഇടിച്ച് താഴ്ത്തിട്ടത് ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട്. നീ ഇത് മനഃപൂർവ്വം ചെയ്യുന്നില്ലേ? ആ സമയത്ത് വേറൊരുത്തി പറയുന്നുണ്ട്, തിയോ എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമാണ് ഇവിടെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ളത്. എന്നിട്ടുള്ള പറഞ്ഞു, എൻ്റെ പേരാണ് ക്ലാരിയ ബ്ലേഡ് ഹാർഡ്. ഞാനൊരു 6 ഇയർ ബാറ്റിൽ മേജ് സ്റ്റുഡൻ്റ് ആണ്. ക്ലാരിയ ബ്ലേഡ് ഹാർഡ്? നീ കാസ്പിയൻ ബ്ലേഡ് ഹാർഡിൻ്റെ ആരെങ്കിലും ആണോ? കാസ്പിയൻ എൻ്റെ അങ്കിളിനെ തനിക്കറിയാവോ? എനിക്ക് അങ്കിളിനെ അറിയാമല്ല, ഞാൻ കേട്ടിട്ടുണ്ട് കാസ്പിയനെ പറ്റി ഒത്തിരി അധികം. അതെന്തായാലും കൊള്ളാം. എൻ്റെ അങ്കിളാണ് എന്നെ ട്രെയിൻ ചെയ്ത്. പുള്ളിക്കാരൻ്റെ പേര് റെക്കഗ്നൈസ് ചെയ്ത് തന്നെ വലിയ കാര്യം. ഈ സമയത്ത് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർത്തൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് പറയുന്നുണ്ട്, സോ ഇത്തവണ റിക്രൂട്ട് ചെയ്തത് ഇതേപോലത്തെ കൊച്ചു ഗ്രൂപ്പിനെയാണല്ലേ? എന്നിട്ട് അവനെ കൈ നീട്ടി ആർത്തന്നെ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുകയും ചെയ്യും. നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ അത് സംഭവിച്ചു. അതായത് ഗ്രാവിറ്റി മാജിക്. അവനായിട്ട് നമ്മുടെ ആർത്തനെ ടെസ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ആർത്തർ വിട്ടുകൊടുക്കുമോ? ആർത്തർ അവിടെ നന്നായിട്ട് തന്നെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് കാണാൻ നേരത്ത് അവൻ പറയും ചെയ്യും, നീ കൊള്ളാലോടാ. ഈ സമയത്ത് കൈ പറയുന്നുണ്ട്, ആർത്തറോട്ട് നിസ്സാരക്കാരനല്ലേ ഈ ഫേഫയില്? ആദ്യമായിട്ട് തിയോ അവൻ്റെ മേലിൽ ചെയ്തപ്പോൾ അവൻ നേരെ താഴെ ബോധം കെട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ലാടാ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാനൊരു കോഞ്ചററും ആർത്തർ ഒരു അജുമിനേറ്ററാണ്. ഞങ്ങളെ രണ്ടുപേരെ ഇന്ന് കമ്പയർ ചെയ്യല്. ഈ സമയത്ത് നമ്മുടെ ക്ലാര അവർ രണ്ടുപേരും പിടിച്ചിട്ട് പറയുകയും ചെയ്യും, ഒന്ന് അടങ്ങി നിൽക്കുക, നമുക്കൊരു വലിയ അനൗൺസ്മെൻറ്റ് നടക്കാൻ പോകും. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നത്. നമ്മൾ ഒഫീഷ്യലായിട്ട് ഇന്നലെ എല്ലാവരുടെ ഫ്രണ്ടിൽ പോകാൻ പോകുന്നു. അപ്പോൾ പിന്നെ അടിച്ചു പൊളിച്ച് നിൽക്കണ്ടേ? ആ സമയത്ത് ആർത്തർ പറയുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്തേ, ഇന്നോ ഞാനൊന്നും പ്രിപ്പയർ ഒന്നും ആയിട്ടൊന്നുമില്ല. പ്രിപ്പയർ ചെയ്യാനൊന്നുമില്ല, നമ്മളെ കുറച്ച് ടഫായിട്ട് നടന്നാൽ മാത്രം മതി. ആ ടൈമിൽ ആർത്തർ പറയുന്നുണ്ട്, ഇത്രയും വലിയൊരു ബീസ്റ്റുള്ള കാരണം പിന്നെ അതിന് വലിയ കുഴപ്പമൊന്നും കാണത്തില്ല. എന്നിട്ട് പറയും ചെയ്യും, അപ്പോൾ എങ്ങനെ എല്ലാം റെഡി ആയിക്കോ. ഇനി ആരെങ്കിലും റൂൾസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളായിരിക്കും അവന്മാർക്കിട്ട് പണി കൊടുക്കാൻ പോകുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ടെസ്റ്റിനെയാണ്. പുള്ളിക്കാരുടെ ഒരു പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവൾ പറയുന്നുണ്ട്, സോ എല്ലാവർക്കും റൂൾസ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻറ് കൗൺസിൽ അവരിവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് നിങ്ങളുടെ ഏറ്റവും പുതിയ കമ്മിറ്റിയുടെ. ആൻഡ് ഈ കമ്മിറ്റിയിലുള്ള ഓരോരുത്തരെ ഡയറക്ടർ തനിയെ പോയി പിക്ക് ചെയ്താണ്. അതുകൊണ്ട് തന്നെ അവർ റിയലി സ്ട്രോങ്സ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ട്രബിൾ മേക്കേഴ്സിന് ഇനി ഇവരായിരിക്കും പണിഷ്മെൻറ്റ് കൊടുക്കാൻ പോകുന്നത്. ഇത് കാണാത്ത എല്ലാവരും ഞെട്ടി. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, സോ നമുക്ക് നമ്മുടെ ഏറ്റവും പുതിയ ഡിസിപ്ലിനറി കമ്മിറ്റീനെ ഇവിടേക്ക് ക്ഷണിക്കാമെന്ന് പറയുന്നുണ്ട്. അവരെല്ലാവരും അവിടേക്ക് നടന്നുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പറഞ്ഞാണ് ഞാൻ ഇരുന്നത്. പക്ഷേ നമുക്ക് ഇന്നലെ ഒരു വലിയൊരു പണി കിട്ടി. നമ്മൾ സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ടിരുന്ന ഒരു പേജ് ഉണ്ട്, കോമിക് എന്ന് പറഞ്ഞ. ഇതായിരുന്നു വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മാങ്ക ആൻഡ് മാൻഹോ റീഡിങ്സ് വെബ്സൈറ്റ്. ആൻഡ് അത് ഇന്നലെ അടച്ചു പൂട്ടുകയുണ്ടായി. ഇനിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു പ്രശ്നം കാണും. നമുക്ക് ചാപ്റ്റേഴ്സ് തപ്പെടുക്കാനും നല്ല ക്വാളിറ്റിയുള്ള സ്കാൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് കിട്ടിയ ഉടനെ നമ്മൾ വീണ്ടും പഴയ ട്രാക്കിലേക്ക് എത്തുന്നതായിരിക്കും. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് ചിലപ്പോൾ ഡിലേ ആകാൻ ചാൻസ് ഉണ്ട്. അതിപ്പം ബിഗിനിങ് ഓഫ് ദി മാത്രമല്ല, സോളോ ലെവലിംഗ് ആണെങ്കിൽ ഏതായാലും കുറച്ച് ഡിലേ ആകാൻ ചാൻസ് ഉണ്ട്. കാര്യം ഹൈ ക്വാളിറ്റിയുള്ള സ്കാൻസ് നമുക്ക് ഇനി തപ്പിയെടുക്കണം. നല്ലൊരു വെബ്സൈറ്റ് തപ്പിയെടുക്കണം, അല്ലെങ്കിൽ നല്ലൊരു എക്സ്റ്റൻഷൻ തപ്പിയെടുക്കണം. എന്തായാലും കോമിക്ക് അടച്ചു പൂട്ടിയത് കൊണ്ട് തന്നെ പലർക്കും പണിയായിട്ടുണ്ട്. എനിക്കും നല്ല പണി കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വീണ്ടും പഴയ ട്രാക്കിലേക്ക് വന്നേക്കാം. കുറച്ച് ലോ ക്വാളിറ്റി ആണെങ്കിൽ നാളെ തന്നെ ഞാൻ എന്തായാലും വീഡിയോ ഇറക്കുന്നതായിരിക്കും. സോ അതോർത്ത് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. പക്ഷേ ഞാൻ പറഞ്ഞതാണ്, എന്തായാലും അഡ്വാൻസ് ആയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട.